ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് വന്ന രണ്ടാമത്തെ ദിവസമായിരുന്നു. സുഖിച്ച് കിടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഷായും ഉമ്മയുടെ കുത്തിപ്പൊക്കിയിട്ട് പറഞ്ഞു, വാ നമുക്ക് പുറത്തോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഫുഡല്ലേ, മിസ്സാക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് എന്നാൽ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും ഭയങ്കര ചൂട്. അപ്പോൾ ചൂടും ദാഹമൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേപ്പ് ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അങ്ങനെ നേരെ പോയത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഉമ്മാക്കറിയാം ബിരിയാണി എൻ്റെ പണ്ടേ ഒരു വീക്ക്നെസ് ആണെന്ന്. അങ്ങനെ വയറ് നിറച്ച് ബിരിയാണിക്ക് കഴിച്ച് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോയി. ബിരിയാണിയൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് ആലോചിച്ചത് വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ എന്നാലും ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ വിചാരിച്ചത് സിനിമയ്ക്ക് പോകാമെന്ന്. നേരെ പോയത് പൈങ്കിളി കാണാൻ വേണ്ടിയിട്ടായിരുന്നു, കൈരളിയിൽ. നല്ല സിനിമയായിരുന്നു, നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണുക. എനിക്കിഷ്ടപ്പെട്ട സിനിമ കഴിഞ്ഞ് നേരെ ഞാൻ പോയത് മാനവീയത്തായിരുന്നു. ഞാൻ മാനവീയത്ത് ഇതുവരെ പോയിട്ടില്ല, ഞാൻ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ മാനവീയത്ത് പോയിട്ട് ചായയും ഉള്ളിവടയൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കുറേ ഫോട്ടോഷൂട്ട്സ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് മ്യൂസിയത്തായിരുന്നു. മ്യൂസിയത്തിൽ ചുമ്മാ ഒന്ന് ഈവനിങ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. ഈവനിങ് ടൈം ആയതുകൊണ്ടായിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ചുമ്മാ നടക്കാൻ വന്നവരും അതേപോലെ ഫോട്ടോഷൂട്ട്സിന് വന്നവരായിരുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് മ്യൂസിയത്തിൽ വരുമ്പോൾ കുറേ മെമ്മറീസ് ഓർമ്മ വരും. കാരണം ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് മ്യൂസിയത്തിൻ്റെ അടുത്തുള്ളൊരു ഹോസ്റ്റലിലായിരുന്നു നിന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. നമുക്ക് അധികം ടൈമില്ല, കാരണം നമുക്ക് 6 മണിക്ക് കർഫ്യൂ ടൈമാണ്. 6 മണിക്ക് മുന്നേ നമുക്ക് തിരിച്ച് കയറണം. അങ്ങനെ അവിടേക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ നോക്കി കണ്ടിരുന്നു. നല്ല രീതിക്ക് കരിവാളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് മ്യൂസിയത്തിലെ പുറത്തിങ്ങനെ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, കാരക്കയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലോട്ടൊന്നും എൻ്റെ അത്രയ്ക്കങ്ങ് പോയില്ല. എനിക്ക് കപ്പലണ്ടി മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് കപ്പലണ്ടി കിട്ടും. ഞാൻ അത് മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കനകക്കുന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷം. ചെറിയൊരു കുട്ടി വ്ളോഗായിരുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.